അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫോണിലിടും. ആ ആര് പോലീസ് സ്റ്റേഷനോ? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ വരും, അവർ വന്ന് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഫോണിലിടും. തൃശ്ശൂരിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്തിട്ടാ ബാക്കി നമുക്ക് എന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊയിലാണ്ടി കൊല്ലം ടൗണിലാണ് കേട്ടോ. ടൗണിൽ വില്ലേജ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളൊരു ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു നിൽക്കുന്നത്. ഇവിടെ ഒരു 2 മാസത്തോളം ഈ കാണുന്ന ചേട്ടൻ, ഈ ചേട്ടൻ്റെ പേര് ജോണി എന്നാണ്. തൃശ്ശൂരാണ് സ്വദേശി എന്ന് പറയുന്നുണ്ട്. ഭാര്യയും മകനുണ്ടെന്ന് പറയുന്നുണ്ട്. 2 മാസമായിട്ട് ഈ ബസ് സ്റ്റോപ്പിലാണ് പോലും താമസം. ഞാൻ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഡ്രസ്സ് അലക്കിയിട്ടത് മാത്രം കാണാം, അല്ലെങ്കിൽ ഡ്രസ്സ് തൂക്കിയിട്ടത് കാണാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അന്വേഷിക്കും, പക്ഷേ ആളെ കാണില്ല. ഇന്ന് വന്ന് നോക്കിയപ്പോൾ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂരാണ്, ഒളരിയിലാണ് സ്വദേശി എന്ന് പറയുന്നുണ്ട്. 70 വയസ്സുണ്ട് ഈ ചേട്ടന്. അപ്പോൾ ഈ ചേട്ടൻ വീട്ടിലേക്ക് പോകുന്നില്ല, കാരണം ഇവിടെ എന്തോ ജോലിയായിട്ട് വന്നതാണ്. ഈ 2 മാസമായിട്ട്, 2 മാസത്തിന് മുകളിലായിട്ട് ഈ ബസ് സ്റ്റോപ്പിലാണ് ആൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട്, അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കിയിട്ട് എന്താ ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് വരാനായില്ല. അങ്ങനെ ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചപ്പം ഏതെങ്കിലും അനാഥാലയത്തിൽ അങ്ങനെയെങ്കിലും ആക്കിത്തരാൻ പറയണം, കാരണം വീട്ടുകാരായിട്ട് നല്ല സ്വരച്ചേർച്ചയിലല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് കിടക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഡ്രഗ്സോ കാര്യങ്ങളൊക്കെ അടിച്ച് ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു പ്രയാസമായി മാറും. അതൊരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ദേഹോപദ്രവത്തിലേക്കൊക്കെ ചെന്നെത്താവുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. കാരണം ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടുത്തൊന്നും ഒരു കടകളോ ഒരു CCTVകളോ അങ്ങനെ ഒന്നുമില്ല. ഇരുട് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അത്ര ഒരു തീരെ സേഫ് അല്ലാത്തൊരു സ്ഥലത്താണ് ഇദ്ദേഹം 2 മാസമായിട്ട് കിടന്നിറങ്ങുന്നത്. ഒരു പ്രായമുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ പോലീസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ അറിയാമെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് സംസാരത്തിലൊന്നും യാതൊരു വൈകല്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധി പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. എല്ലാം നല്ല ബോധത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇദ്ദേഹത്തെ അറിയുന്നവരാണെങ്കിൽ, ഇദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരാണെങ്കിൽ ഒന്നില്ലേ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് സഹായിക്കുക. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ഒരു സുരക്ഷിതമായ ഒരു കൈകളിൽ എത്തിക്കുന്നുള്ള ഞാൻ ഉറപ്പ് തരുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ. പറ്റാവുന്ന എല്ലാവരും ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഓക്കെ, താങ്ക് യു.